Welcome friends, welcome to Brilliant Study Center, Pala. Today, we are going to discussing about the chapter Friction. Friction എന്ന ചാപ്റ്ററിനെ പറ്റിയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. In this chapter, we are going to discussing about what we mean by friction, how friction is formed, what are the factors affecting friction, what are different types of friction, what are the advantages and disadvantages of friction, how can we increase or reduce friction. ഇത്രയും ടോപ്പിക്കിനെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കൊണ്ട് റിപ്പീറ്റ് ചെയ്യണു, എന്താണ് ഫ്രിക്ഷൻ, ഫ്രിക്ഷൻ എങ്ങനെ ഫോം ചെയ്യണു, വാട്ട് ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫ്രിക്ഷൻ, വാട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ, ആൻഡ് പിന്നെ വാട്ട് ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് ഫ്രിക്ഷൻ, ഹൗ ക്യാൻ വി ഇൻക്രീസ് ഓർ ഡിക്രീസ് ഫ്രിക്ഷൻ. ഇത്രയും കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ സെക്ഷനിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വരാം, ഫ്രിക്ഷനിലേക്ക് വരാം. ലെറ്റ്സ് കം ടു ടോപ്പിക് ഫ്രിക്ഷൻ. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ സ്ഥിരം കേൾക്കുന്നൊരു വാക്കാണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്, അല്ലേ? ഫ്രിക്ഷൻ ഇസ് എ വേർഡ് ദാറ്റ് യു മെയിൻലി ഹിയറിങ് അവർ ഡെയിലി ലൈഫ്. സോ വാട്ട് യു മീൻ ഫ്രിക്ഷൻ? എന്താണ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ? നമുക്ക് പറയാം, ഫ്രിക്ഷൻ ഈസ് ആൻ ഒപ്പോസിങ് ഫോഴ്സ്. വാട്ട് യു മീൻ ഫ്രിക്ഷൻ? Friction is an opposing force. Remember that friction is a force. Which type of force? It is an opposing force. Friction എന്ന് പറയുന്നത് ഒരു ഫോഴ്സ് ആണ്. എങ്ങനെയുള്ള ഫോഴ്സ് ആണ്? It is an opposing force. ഇനി എപ്പോഴാണ് ഫ്രിക്ഷൻ ആക്ട് ചെയ്യുക? In which situation friction will act? നമുക്ക് പറയാം, when a surface slides over the other surface. ഇപ്പോൾ ഇതൊരു സർഫേസ് ആണെന്ന് വിചാരിക്കുക, ഇത് രണ്ടാമത്തെ ഒരു സർഫേസ് ആണെന്ന് വിചാരിക്കുക. വെൻ ദിസ് സർഫേസ് സ്ലൈഡ്സ് ഓവർ ദിസ് സർഫേസ്, ഇങ്ങനെ രണ്ട് സർഫേസ് നമ്മൾ സ്ലൈഡ് ചെയ്യുമ്പോൾ ഈ മോഷനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി ഇവർക്ക് ഇൻ ബിറ്റ്വീൻ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും. ഒരു സർഫേസ് മറ്റൊരു സർഫേസിനെ സ്ലൈഡ് ചെയ്യുമ്പോൾ ഈ സർഫേസിൻ്റെ മോഷൻ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി ഇൻ ബിറ്റ്വീൻ ഒരു ഒപ്പോസിങ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ആക്ട് ചെയ്യുന്ന ഒപ്പോസിങ് ഫോഴ്സിനെ നമുക്ക് എന്ത് വിളിക്കാം? ഫ്രിക്ഷൻ എന്ന് വിളിക്കാം. ഓക്കെ, രണ്ട് സർഫേസ് തമ്മിൽ സ്ലൈഡ് ചെയ്യുമ്പോൾ അവരുടെ മോഷൻ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി ഇൻ ബിറ്റ്വീൻ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ, അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ആക്ട് ചെയ്യുന്ന ഒപ്പോസിങ് ഫോഴ്സിനെ നമുക്ക് എന്ത് വിളിക്കാം? ഫ്രിക്ഷൻ എന്ന് വിളിക്കാം. സോ വി കൻ സേ ദാറ്റ് ഫ്രിക്ഷൻ ഇസ് ആൻ ഒപ്പോസിങ് ഫോഴ്സ് ദാറ്റ് ആക്ട് ബിറ്റ്വീൻ ദ ടു സർഫേസസ് വെൻ ദേ ആർ ഇൻ മോഷൻ. നമുക്ക് ഡെഫിനിഷൻ നോക്കാം. Friction is a force which opposes the motion of an object over a surface. ഒരു സർഫേസിൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ ആ ഒബ്ജക്റ്റിൻ്റെ മോഷൻ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി ആക്ട് ചെയ്യുന്ന ഒപ്പോസിങ് ഫോഴ്സിനെ നമുക്ക് എന്ത് വിളിക്കാം? ഫ്രിക്ഷൻ എന്ന് വിളിക്കാം. സോ റിമെമ്പർ ദാറ്റ് ഫ്രിക്ഷൻ ഈസ് ആൻ ഒപ്പോസിങ് ഫോഴ്സ് വിച്ച് ഒപ്പോസ് ദി മോഷൻ ഓഫ് എ ഒബ്ജക്റ്റ് ഓവർ എ സർഫേസ്. ദാറ്റ്സ് ഡെഫിനിഷൻ ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ, വി ക്യാൻ സീ മെനി എക്സാമ്പിൾസ് ഇൻ ദ കേസ് ഓഫ് ഫ്രിക്ഷൻ. ഫോർ എക്സാമ്പിൾ, in the case of a ball rolling on a ground gradually slows down and comes to rest due to force of friction between the ball and the sound. Okay, an example പറയുന്നത്, ഒരു ബോളിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സർഫേസിലൂടെ ഒന്ന് റോൾ ചെയ്യിക്കാമെന്ന് വിചാരിക്കുക. അതെ, ഒരു ബോളിനെ ഞാൻ സർഫേസിലൂടെ ഒന്ന് റോൾ ചെയ്യിക്കുന്നു. അങ്ങനെ ബോൾ റോൾ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ സ്റ്റോപ്പ് ആവും. ആ സ്റ്റോപ്പ് ആവാനുള്ള കാരണം എന്താ? ഇറ്റ് ഇസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. ബോള് റോൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ബോള് ഒരു സർഫേസിലൂടെ മൂവ് ചെയ്യുമ്പോൾ ബോളും സർഫേസ് തമ്മിൽ എന്ത് വരുന്നു? ഒരു ഫ്രിക്ഷൻ വരുന്നു. ഡ്യൂ ടു ദിസ് ഫ്രിക്ഷൻ ദ ബോൾ സ്റ്റോപ്സ് ഇറ്റ്സ് മോഷൻ. ഐ റിപ്പീറ്റിംഗ് വൺസ് മോർ, വെൻ എ ബോൾ റോൾസ് ഓവർ എ സർഫേസ് ദർ വിൽ ബി ഫ്രിക്ഷൻ ബിറ്റ്വീൻ ബോൾ ആൻഡ് ദി സർഫേസ്, or there is an opposing force that acts between ball and the surface. Due to this opposing force the ball stops its motion after some time. Isn't it? എല്ലാവരും നോട്ടീസ് ചെയ്യുന്ന സംഭവം തന്നെയാണത്, അല്ലേ? ആ ബോളും റോൾ ചെയ്യുമ്പോൾ ബോളിനും ആ ഗ്രൗണ്ടും തമ്മിൽ എന്ത് വരുന്നു? ഒരു ഫ്രിക്ഷൻ വരുന്നു, അല്ലെങ്കിൽ ഒരു ഒപ്പോസിങ് ഫോഴ്സ് വരുന്നു. ആ ഒപ്പോസിങ് ഫോഴ്സ് കാരണം ആഫ്റ്റർ സം ടൈം ദ ബോൾ സ്റ്റോപ്പ് ഇറ്റ്സ് മോഷൻ. ഓക്കെ, so consider this figure. Here in this figure the ball rolls over the surface, alle? The ball rolls over this ground, and when ball rolls over this ground there will be friction between the ball and the ground, or there is an opposing force that acts between the ball and the ground. Due to this opposing force
after some time the ball stops its motion. Because this opposing force is known as what? Friction. Due to friction, after some time the ball stops its motion. This is one example. Now consider another example. Bicycling. Okay. നമുക്ക് എല്ലാവർക്കും അറിയാം പെഡലിംഗ് ചെയ്താൽ മാത്രമേ എന്ത് സംഭവിക്കൂ? ബൈസിക്കിൾ മുന്നോട്ട് മൂവ് ചെയ്യൂ അല്ലേ? നിങ്ങളെല്ലാവരും തന്നെ സൈക്കിൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അല്ലേ? എന്ത് ചെയ്യണം? പെഡൽ ചെയ്താൽ മാത്രമേ സൈക്കിൾ മുന്നോട്ട് പോകുള്ളൂ. സോ ക്യാൻ യു ടെൽ മീ what happens when you stop pedaling the bicycle? Suppose a bicycle is running. What happens when you stop pedaling a bicycle? What will happen? After stopping the pedaling, the bicycle will move some distance forward. After stopping the pedaling, the bicycle will move a little distance further. After that, after some time, the bicycle will stop or come to rest. Why? Because when bicycle moves after pedaling, there will be friction between the road and the tire. So after stopping the pedaling, this bicycle will move a little distance forward. After moving some distance, it will come to rest. Because when the bicycle moves forward after pedaling, there will be a friction between tire and the road. There will be friction between tire and the road, or there is an opposing force between tire and the road. Due to this opposing force, the bicycle comes to rest after some time. Okay, പെഡലിൽ നിർത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കുറച്ച് ദൂരം ആ ബൈസിക്കിൾ മുന്നോട്ട് പോകും. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ബൈസിക്കിളിൻ്റെ ടയറും ഗ്രൗണ്ടും തമ്മിൽ എന്ത് വരുന്നു? ഒരു ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഒരു ഒപ്പോസിങ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. And due to this opposing force, bicycle stops its motion after some time. Okay, നമുക്ക് ഫ്രിക്ഷനെ പറ്റി പറയാവുന്ന 2 എക്സാമ്പിൾസാണ് ഞാനിവിടെ പറഞ്ഞത്. ഇനിയും ധാരാളം എക്സാമ്പിൾസ് ഉണ്ട്, but we are stopping up to these 2 examples. Okay, and I already told you that friction is an opposing force അല്ലേ? Friction is an opposing force. എങ്കിൽ നിങ്ങൾക്ക് പറയാമോ ഏത് ഡയറക്ഷനിലായിരിക്കും ഫ്രിക്ഷൻ ആക്ട് ചെയ്യുക? What will the direction of friction? നമുക്ക് പറയാം, the direction of friction is in the opposite direction of applied force. The direction of friction is in the opposite direction of applied force. I repeat once more. The direction of friction is in the opposite direction of the applied force. Let us look into this figure. ഈ ഫിഗർ ഒന്ന് ശ്രദ്ധിക്കുക. Let us look into this figure. ഈ കാണുന്ന ഫിഗർ ഒന്ന് ശ്രദ്ധിക്കുക. Okay. Here we are placing a block over a surface. Here we are placing a block over a surface. Okay. Then we are applying a force along this direction. We are applying a force along this direction. When we are applying force along this direction, the block will move towards this direction. അല്ലേ? ഈ സർഫസിൽ ഞാനൊരു ബ്ലോക്കിനെ പ്ലേസ് ചെയ്തിരിക്കുന്നു. ഈ കാണുന്ന ഡയറക്ഷനിൽ ആ ആരോ ശ്രദ്ധിക്കുക. ഈ കാണുന്ന ഡയറക്ഷനിൽ ഞാൻ എന്ത് അപ്ലൈ ചെയ്യണു? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ഈ കാണുന്ന ഡയറക്ഷനിൽ ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ക്ലിയർ അല്ലേ? ഓക്കെ. ഈ കാണുന്ന ഡയറക്ഷനിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ് ടു ബ്ലോക്ക്? ബ്ലോക്ക് വിൽ മൂവ് അലോങ് ദിസ് ഡയറക്ഷൻ. എന്ത് സംഭവിക്കുന്നു? ദ ബ്ലോക്ക് വിൽ മൂവ് അലോങ് ദിസ് ഡയറക്ഷൻ. സോ മോഷൻ ഓഫ് ബ്ലോക്ക് ഈസ് അലോങ് ദിസ് ഡയറക്ഷൻ. മോഷൻ ഈ ഡയറക്ഷനിലേക്ക് ആണെങ്കിൽ ഒപ്പോസിങ് ഫോഴ്സ് ഏത് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യും? അപ്ലൈഡ് ഫോഴ്സിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യും. ഒപ്പോസിങ് അല്ലേ? മോഷൻ ഒപ്പോസ് ചെയ്യണം. മോഷൻ ഒപ്പോസ് ചെയ്യണമെങ്കിൽ ബ്ലോക്ക് ഏത് ഭാഗത്തേക്കാണ് മൂവ് ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആര് ആക്ട് ചെയ്യും? ഫ്രിക്ഷൻ ആക്ട് ചെയ്യും. സോ ഹിയർ ദ ബ്ലോക്ക് മൂവ്സ് അലോങ് ദിസ് ഡയറക്ഷൻ. The block moves along this direction and the opposing force or friction acts along this opposite direction. Okay. ഇങ്ങനെ വരും. ബ്ലോക്ക് ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ the friction force will act along this direction. So this one represent direction of motion and this one represent direction of friction or opposing force. When block moves along this direction, then friction will act along this direction. So friction is an opposing force. Friction is an opposing force that acts between the two surfaces when they are in motion. And friction acts along the opposite direction of applied force or opposite direction of the motion. Is it clear? Okay. Now,
we are going to discussing about what are the factors that affecting friction. What are the factors that affecting friction? നമ്മൾ ഫ്രിക്ഷൻ എന്താണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്റ്റിംഗ് ഫ്രിക്ഷൻ. ഫ്രിക്ഷനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആരല്ല. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്റ്റിംഗ് ഫ്രിക്ഷൻ? ഹിയർ there are two factors that affecting friction. There are two factors that affecting friction. The first factor is nature of the surface in contact. Nature of the surfaces in contact. And the second factor is how hard the surfaces press together. How hard the surfaces press together. I am repeating once more. There are two factors that affecting friction. The first factor is the nature of the surfaces in contact. And the second one is how hard the surfaces press together. Okay. And look into this first factor, nature of the surfaces in contact. Repeat ചെയ്യാണ്. രണ്ട് ഫാക്ടേഴ്സ് ആണ് ഫ്രിക്ഷൻ എഫക്റ്റ് ചെയ്യുന്നത്. ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് നേച്ചർ ഓഫ് ദി സർഫസസ്. റിലേറ്റീവ് മോഷനുള്ള അല്ലെങ്കിൽ സ്ലൈഡ് ചെയ്യുന്ന സർഫസുകളുടെ നേച്ചർ. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഹൗ ഹാർഡ് ദ സർഫസസ് പ്രസ് ടുഗദർ. ആ സർഫസസ് എങ്ങനെ ഇരിക്കുന്നു, എത്ര ഫോഴ്സിലാണ് രണ്ടുപേരും ഇരിക്കുന്നത്, അല്ലെങ്കിൽ എത്ര ഹാർഡ്, എത്ര ഡെപ്ത് അല്ലെങ്കിൽ എത്ര ഹാർഡിലാണ് രണ്ടുപേരും ചേർന്നിരിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് ആര് എഫക്റ്റ് ചെയ്യുന്നത്? ഫ്രിക്ഷൻ എഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ കൺസിഡർ ഫസ്റ്റ് ഫാക്ടർ, നേച്ചർ ഓഫ് ദ സർഫസസ് ഇൻ കോണ്ടാക്ട്. നേച്ചർ ഓഫ് ദി സർഫസസ് ഇൻ കോണ്ടാക്ട്. ഓക്കെ, ഇവിടെ പറയുന്നത് ഇഫ് ദ സർഫസസ് ആർ സ്മൂത്ത്. If the surfaces are smooth, what are the friction between them? Friction between them is very less. If the surfaces are very smooth, the friction between them is very less. രണ്ട് സ്മൂത്ത് സർഫസ് ആണെങ്കിൽ, റിപ്പീറ്റിംഗ് വൺസ് മോർ, രണ്ട് സ്മൂത്ത് സർഫസ് ആണെങ്കിൽ അവർക്കിടയിലുള്ള ഫ്രിക്ഷൻ എന്തായിരിക്കും? വളരെയധികം കുറവായിരിക്കും. When the surfaces are very smooth, the friction between them is very, very less. And what about a rough surface? What about a rough surfaces? When the surfaces are very, very rough, or when the surfaces are very rough, the friction between them is very high. When the surfaces are rough, the friction between them is very high. രണ്ട് റഫ് സർഫസുകളാണെങ്കിൽ അവർക്കിടയിലുള്ള ഫ്രിക്ഷൻ എന്തായിരിക്കും? വളരെയധികം കൂടുതലായിരിക്കും. Repeating once more. When the surfaces are very smooth, the friction between them is very less. When the surfaces are rough, the friction between them is high. സ്മൂത്ത് സർഫസ് ആണെങ്കിൽ ഫ്രിക്ഷൻ കുറവായിരിക്കും, റഫ് സർഫസ് ആണെങ്കിൽ ഫ്രിക്ഷൻ കൂടുതലുമായിരിക്കും. ഇസ് ഇറ്റ് ക്ലിയർ ഓർ നോട്ട്? ഓക്കെ ഓക്കെ നൗ കൺസിഡർ ആൻ എക്സാമ്പിൾ ഓർ സിറ്റുവേഷൻ. കൺസിഡർ എ സിറ്റുവേഷൻ. കൺസിഡർ ദിസ് ഇൻക്ലൈൻ പ്ലെയിൻ. ഈ കാണുന്ന ഇൻക്ലൈൻ പ്ലെയിൻ ഒന്ന് കൺസിഡർ ചെയ്യാം. കൺസിഡർ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. ആൻഡ് ഓൺ ദിസ് ഇൻക്ലൈൻ പ്ലെയിൻ വി ആർ പ്ലേസിംഗ് എ റോളർ or a rod or a cylinder. On this inclined plane we are placing a rod or a cylinder or a cylindrical rod. ഒരു ഇൻക്ലൈൻ പ്ലെയിൻ കൺസിഡർ ചെയ്യുക. ആ ഇൻക്ലൈൻ പ്ലെയിനിൽ നമ്മളൊരു സിലിണ്ടറിനെ അല്ലെങ്കിൽ ഒരു സിലിണ്ടറിക്കൽ റോഡിനെ പ്ലേസ് ചെയ്യണം. ഓക്കെ, ഇതാണ് സിറ്റുവേഷൻ. സോ ദിസ് ഇസ് ആൻ ഇൻക്ലൈൻ പ്ലെയിൻ അല്ലേ? ഇറ്റ് ഇസ് ആൻ ഇൻക്ലൈൻ പ്ലെയിൻ. ഇതുപോലെ അല്ലെങ്കിൽ ഇങ്ങനെ വയ്ക്കാം. ഇറ്റ് ഇസ് ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഇങ്ങനെ ആയിരിക്കും ബെറ്റർ. ഇറ്റ് ഇസ് ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഇതുപോലൊരു ഇൻക്ലൈൻ പ്ലെയിൻ. ഈ കാണുന്ന ഇൻക്ലൈൻ സർഫസിൽ ഞാനൊരു സിലിണ്ടറിക്കൽ റോഡിന് പ്ലേസ് ചെയ്യണം. ഇതുപോലൊരു സിലിണ്ടറിക്കൽ റോഡിന് ഞാൻ പ്ലേസ് ചെയ്യണം. ക്ലിയർ അല്ലേ? ഓക്കെ, ശ്രദ്ധിക്കാം. ഈ കാണുന്ന ഇൻക്ലൈൻ പ്ലെയിനെ കൺസിഡർ ചെയ്യുക. ഈ കാണുന്ന ഇൻക്ലൈൻ പ്ലെയിനിൽ ഞാനൊരു സിലിണ്ടറിക്കൽ റോഡിനെ പ്ലേസ് ചെയ്യണം. ഈ കാണുന്ന സിലിണ്ടറിക്കൽ റോഡിനെ ഞാൻ പ്ലേസ് ചെയ്യണം. നൗ ഇവിടെ പറയുന്നത് ഇഫ് ദ സർഫസ് ഈസ് വെരി സ്മൂത്ത്. ഇഫ് ദ സർഫസ് ഈസ് വെരി സ്മൂത്ത് എന്ത് സംഭവിക്കും? ദിസ് റോഡ് വിൽ കംസ് ടു ദിസ് സർഫേസ് വെരി ഫാസ്റ്റ് അല്ലേ? ദിസ് റോഡ് വിൽ കം ടു ദിസ് സർഫേസ് ഓർ സ്ലൈഡ്സ് ഓവർ ദ ഇൻക്ലൈൻ പ്ലെയിൻ വെരി ഫാസ്റ്റ്ലി. ഈ തന്നിൻ്റെ സർഫേസ് വളരെയധികം സ്മൂത്ത് ആണെങ്കിൽ ഈ പ്ലേസ് ചെയ്തിരിക്കുന്ന സിലിണ്ടറിക്കൽ റോഡ് ഈ ഇൻക്ലൈൻ സർഫേസിലൂടെ വളരെ വേഗം തന്നെ താഴേക്ക് വരും, അല്ലെങ്കിൽ വേഗം തന്നെ താഴേക്ക് റോൾ ചെയ്യും. പക്ഷേ സർഫേസ് റഫ് ആണെങ്കിലോ it will take more time to reach here. ശ്രദ്ധിക്കുക, സർഫേസ് സ്മൂത്ത് ആണെങ്കിൽ വളരെ വേഗത്തിൽ ഈ സിലിണ്ടർ താഴേക്ക് റോൾ ചെയ്യും.
If the surface is very smooth, then the cylinder will rolls in a very less time. But if the surface is very rough, the cylinder will take more time for rolling. സർഫേസ് സ്മൂത്ത് ആണെങ്കിൽ പ്ലേസ് ചെയ്യുന്ന ഈ സിലിണ്ടർ വളരെ വേഗത്തിൽ താഴേക്ക് റോൾ ചെയ്യും. പക്ഷേ സർഫേസ് റഫ് ആണെങ്കിൽ പ്ലേസ് ചെയ്യുന്ന സിലിണ്ടർ കുറച്ചധികം സമയമെടുക്കും താഴേക്ക് എത്താൻ വേണ്ടി. അതിന് കാരണം ഇറ്റ് ഇസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. സ്മൂത്ത് സർഫേസ് ആണെങ്കിൽ ഫ്രിക്ഷൻ കുറവായിരിക്കും. മറിച്ച് റഫ് സർഫേസ് ആണെങ്കിൽ ഫ്രിക്ഷൻ കൂടുതലായിരിക്കും. ഓക്കെ, ആൻഡ് ദർ ഇസ് വൺ മോർ പോയിന്റ്. ഒരു കാര്യം കൂടി ഇവിടെ പറയണം. അതായത് ഈ സിലിണ്ടർ ക്യാരി അല്ലെങ്കിൽ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ്. ഓക്കെ, ശ്രദ്ധിക്കാം. ഈ കാണുന്ന ഇൻക്ലൈൻ പ്ലെയിൻ അതിൻ്റെ സർഫേസ് സ്മൂത്ത് ആയിരുന്നെങ്കിൽ, the cylinder will cover a large distance like this. If the surface of this inclined plane is smooth, then the cylinder will cover a very large distance. You repeat ചെയ്യണോ? തന്നിരിക്കുന്ന ഇൻക്ലൈൻ പ്ലെയിനിൻ്റെ സർഫേസ് സ്മൂത്ത് ആണെങ്കിൽ ഈ സിലിണ്ടർ കുറേ അധികം ദൂരം കവർ ചെയ്യും. But when the surface of the inclined plane is rough, തന്നിരിക്കുന്ന ഇൻക്ലൈൻ പ്ലെയിനിൻ്റെ സർഫേസ് റഫ് ആണെങ്കിൽ the cylinder will carry or will cover a less distance. വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. If the surface of the inclined plane is rough, then the cylinder will cover a very less distance when compared to smooth surface. സ്മൂത്ത് സർഫേസ് ആണെങ്കിൽ കുറേ അധികം ദൂരം കവർ ചെയ്യും. റഫ് സർഫേസ് ആണെങ്കിൽ അത്രയധികം ദൂരം കവർ ചെയ്യില്ല. അപ്പോൾ ഈ കാണുന്ന പൊസിഷൻ അല്ലെങ്കിൽ ഈ കാണുന്ന ദൂരം സ്മൂത്ത് സർഫേസ് കവർ ചെയ്ത ദൂരമാണെങ്കിൽ, റഫ് സർഫേസിലാണെങ്കിൽ ഇത്രയും വരെയൊക്കെ കവർ ചെയ്യുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കാം. സർഫേസ് സ്മൂത്ത് ആണെങ്കിൽ വളരെ വേഗത്തിൽ ആ സിലിണ്ടർ താഴേക്ക് റോൾ ചെയ്യും. ആൻഡ് ഇറ്റ് വിൽ കവർ മോർ ഡിസ്റ്റൻസ്. ഇഫ് ദ സർഫേസ് ഈസ് സ്മൂത്ത്, ദ സിലിണ്ടർ വിൽ ടേക്ക് ലെസ് ടൈം ആൻഡ് ഇറ്റ് വിൽ കവർ മോർ ഡിസ്റ്റൻസ്. ആൻഡ് ഇഫ് ദ സർഫേസ് ഈസ് റഫ്, ദ സിലിണ്ടർ വിൽ ടേക്ക് മോർ ടൈം ഫോർ റോളിംഗ് ആൻഡ് ഇറ്റ് വിൽ കവർ ലെസ് ഡിസ്റ്റൻസ്. All this caused due to friction. Okay, in a smooth surface, friction is less, and in rough surface, friction is high. When friction is less, the time taken for a body for rolling is less, and it will cover more distance. But when the friction is more, the body will take more time to cover a distance for rolling, and it will cover a very less distance. I'm repeating once more. If the friction is very less, the body will take less time for rolling and it will cover more distance. And if the friction is very high, the body will take more time for rolling and it will carry or it will cover less distance. Is it clear? Okay. Now consider this figure. In this figure, this inclined surface is very smooth. So in this situation, this body takes very less time for rolling and it covers more distance. In this figure, the inclined surface is very smooth. So in this situation, the body takes less time to roll and it covers more distance. Okay. Now consider another situation like this. In this situation, the surface is rough. This inclined surface is rough. And in this situation, body takes more time for rolling. And it covers a very less distance when compared to the smooth surface. We are repeating once more. In this situation, the inclined surface is rough. So in this situation, the body takes more time for rolling. And it covers less distance when compared to the smooth surface. ആ ഡിഫറൻസ് മനസ്സിലായോ? സ്മൂത്ത് സർഫസ് ആണെങ്കിൽ കുറച്ച് സമയം മതി, മാത്രമല്ല കൂടുതൽ ദൂരം കവർ ചെയ്യും. റഫ് സർഫസ് ആണെങ്കിൽ കൂടുതൽ സമയം വേണം, എന്നാൽ കവർ ചെയ്യുന്ന ദൂരം എത്രയായിരിക്കും? കുറവായിരിക്കും. ദാറ്റ്സ് എഫക്റ്റ് ഓഫ് ഫ്രിക്ഷൻ. ഓർ ഇൻ ദിസ് വേ ദ നേച്ചർ ഓഫ് സർഫേസ് എഫക്ട്സ് ദ ഫ്രിക്ഷൻ. അപ്പം ഇങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്. ഫ്രിക്ഷനെ ആരെഫക്റ്റ് ചെയ്യുന്നത്? സർഫസിൻ്റെ നേച്ചർ എഫക്റ്റ് ചെയ്യുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. നൗ ദ സെക്കൻഡ് ഫാക്ടർ
The second factor is how hard the surfaces are pressed together. How hard the surfaces are pressed together. Okay. So consider a situation. Okay. ഇതൊരു സർഫസ് ആണെന്ന് വിചാരിക്കാം. ഇതൊരു സർഫസ് ആണെന്ന് വിചാരിക്കാം. ഞാൻ ഈ സർഫസിൽ ഈ പെന്നിനെ പ്ലേസ് ചെയ്യണം. ഞാൻ ഈ സർഫസിൽ ഈ കാണുന്ന പെന്നിനെ പ്ലേസ് ചെയ്യണം. നിങ്ങൾ നോക്കിയാൽ എനിക്ക് പെന്നിനെ വളരെ ഈസിയായി ഇങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ സാധിക്കും അല്ലേ? ഈ സർഫസിൽ ഞാൻ ഈ പെന്നിനെ സിംപ്ലി പ്ലേസ് ചെയ്യണു. എനിക്ക് വളരെ വേഗത്തിൽ ഈ പെന്നിനെ ഈ ഡയറക്ഷനിലേക്കും മൂവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ. ഇനി ഞാൻ എന്ത് ചെയ്യണു? ഈ പെന്നിൽ കുറച്ച് ഗം അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ഈ പെന്നിൽ കുറച്ച് അഡ്ഹസീവ് അപ്ലൈ ചെയ്യണം, ഗം അല്ലെങ്കിൽ പശ അപ്ലൈ ചെയ്യണം. അതിനുശേഷം ഈ സർഫസിൽ ഇങ്ങനെ പ്ലേസ് ചെയ്തു. ഓക്കെ. രണ്ടാമത്തെ സിറ്റുവേഷനിൽ ഞാൻ ഈ കാണുന്ന പെന്നിൽ കുറച്ച് ഗം അല്ലെങ്കിൽ അഡ്ഹസീവ് അപ്ലൈ ചെയ്ത് ഈ സർഫസിൽ ഇങ്ങനെ പ്ലേസ് ചെയ്തു. ഇനി നിങ്ങളൊന്ന് പറഞ്ഞേ, ഈ പെന്നിനെ ഇപ്പോൾ ഈ ഡയറക്ഷനിലേക്കും വളരെ എളുപ്പത്തിൽ എനിക്ക് മൂവ് ചെയ്യാൻ സാധിക്കുമോ? ഈ സിറ്റുവേഷനിലെ ഗം അപ്ലൈ ചെയ്ത സിറ്റുവേഷനിലെ ഈ കാണുന്ന പെന്നിനെ വളരെ എളുപ്പത്തിൽ ഈ കാണുന്ന ഡയറക്ഷനിലേക്കും മൂവ് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. സാധിക്കും, മൂവ് ചെയ്യാൻ സാധിക്കും, പക്ഷേ വളരെ എളുപ്പത്തിൽ സാധിക്കില്ല. ഓക്കെ. ഇത് തന്നെ ഇവിടെയും സംഭവിക്കുന്നത്. ഫസ്റ്റ് കേസിൽ എന്തായിരുന്നു? ആദ്യം പ്രസ്സിങ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അല്ലേ? സർഫസ് തമ്മിൽ അത്രയധികം കോണ്ടാക്ട് ഉണ്ടായിരുന്നില്ല, അത്രയധികം എന്തുണ്ടായിരുന്നില്ല, ഒരു കണക്ഷൻ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഒരു അത്ര ഹാർഡിൽ പ്രസ്ഡ് ആയിരുന്നില്ല ഫസ്റ്റ് സിറ്റുവേഷനിൽ. രണ്ടാമത്തെ സിറ്റുവേഷനിലെ രണ്ട് സർഫസ് തമ്മിൽ ഹൈലി പ്രസ്ഡ് ടുഗദർ ആയിരുന്നു. അപ്പോൾ ലെസ് പ്രസ്ഡ് ആണെങ്കിൽ ഫ്രിക്ഷൻ കുറവായിരിക്കും, ഹൈലി പ്രസ്ഡ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഫ്രിക്ഷൻ കൂടുതലുമായിരിക്കും. ഓക്കെ. So repeating once more. So consider this as a surface. On this surface, I am placing a pen like this. So in this situation, I can move this pen very easily into this direction and this direction. In this situation, I can move this pen to this direction and this direction very easily. Now in the second situation, I am applying some adhesive or gum on this pen. In the second situation, I am applying some adhesive or gum on this pen. And I am placing this pen on this surface. And in this situation, it is not easy for me to move this pen to this direction. In the second situation, it is not very easy for me to move this pen into this direction and this direction. So, in the first case, both surfaces are not pressed together, or they are lightly pressed together. In the first case, both surfaces are lightly pressed together. So in this situation, friction between the surfaces is very less. In the first situation, both surfaces are lightly pressed together. And in this situation, friction between these two surfaces are very less. So I can move this pen to this direction and this direction very easily. But in the second situation, both pen and surface are pressed very hard or tightly bound. They are tightly bound. Both the pen and surfaces are tightly bound. So in this situation, it is not very easy for me to move this pen from this direction to this direction. Or we can say that when the surfaces are tightly pressed or tightly bound, the friction between them is very high. When the surfaces are lightly pressed or loosely bound, the friction between them is very less. But when the surfaces are tightly bound or pressed harder, the friction between them is more. So these are the two factors that are affecting friction. Surface in nature. Smooth surface ആണെങ്കിൽ ഫ്രിക്ഷൻ കുറവായിരിക്കും, റഫ് സർഫസ് ആണെങ്കിൽ ഫ്രിക്ഷൻ കൂടുതലായിരിക്കും. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് how hardly both surfaces are pressed together. Lightly pressed ആണെങ്കിൽ ഫ്രിക്ഷൻ കുറവായിരിക്കും, ഹാർഡ്ലി പ്രസ്ഡ് ആണെങ്കിൽ ഫ്രിക്ഷൻ കൂടുതലായിരിക്കും. Is it clear? Okay. Now let us discuss what's the cause of friction. നമ്മൾ ഫ്രിക്ഷൻ എന്താണെന്ന് പറഞ്ഞു, ഫ്രിക്ഷനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തെല്ലാമെന്നും പറഞ്ഞു. Now we are going to discuss what's the cause of friction. Please listen. Friction is caused due to the irregularities in the surface. എങ്ങനെ ഫോം ചെയ്യുന്നത്? It is caused due to the
irregularities in the surface. Friction is caused due to the interlocking of irregularities between the two surfaces in contact. നമുക്ക് എന്താ നോക്കാം. So consider the figure given below. Consider the figure given on this slide. നിങ്ങൾ നോക്കിയേ, രണ്ട് സർഫസസ്, ഇത് ഫസ്റ്റ് സർഫേസ്, ഇത് സെക്കൻഡ് സർഫേസ്. ഇത് ഫസ്റ്റ് സർഫേസ്, ഇത് സെക്കൻഡ് സർഫേസ്. ഇവിടെ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും, ഈ രണ്ട് സർഫേസ് തമ്മിൽ എന്ത് വരുന്നുണ്ട്? ഒരു ഇർറെഗുലാരിറ്റീസ് വരുന്നുണ്ട് അല്ലേ? ഈ രണ്ട് സർഫേസിലും ദർ ഇസ് ആൻ ഇർറെഗുലാരിറ്റി. അപ്പോൾ ഈ രണ്ട് സർഫേസ് തമ്മിൽ മൂവ് ചെയ്യാം. ഇർറെഗുലാരിറ്റീസ് ഉള്ള രണ്ട് സർഫേസ് തമ്മിൽ മൂവ് ചെയ്യണം. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ രണ്ട് സർഫേസ് തമ്മിൽ ഒരു ഇൻ്റർലോക്കിംഗ് വരും. ഈ രണ്ട് സർഫേസ് തമ്മിൽ എന്ത് വരും? ഒരു ഇൻ്റർലോക്കിംഗ് വരും. ഓക്കെ, നിങ്ങൾ വിചാരിക്കാം, ഇതൊരു സർഫേസ്, ഇത് രണ്ടാമത്തെ സർഫേസ്, ഇതൊരു സർഫേസ്, ഇത് രണ്ടാമത്തെ സർഫേസ്. ഓക്കെ, ഇങ്ങനെ ഇതൊക്കെ നല്ലത്. ഇതൊരു സർഫേസ്, ഇത് രണ്ടാമത്തെ സർഫേസ്. എൻ്റെ ഫിംഗേഴ്സ് എന്ന് പറയുന്നത് സർഫേസിൻ്റെ ഇർറെഗുലാരിറ്റീസ്. ഈ രണ്ട് ഫിംഗേഴ്സ് അല്ലെങ്കിൽ ഈ രണ്ട് ഹാൻഡിലത്തെ ഫിംഗേഴ്സ് എന്ന് പറയുന്നത് സർഫേസിൻ്റെ ഇർറെഗുലാരിറ്റീസ്. രണ്ടുപേരും കോണ്ടാക്റ്റിൽ വന്നു. എന്ത് സംഭവിക്കുന്നു? രണ്ടുപേരും മൂവ് ചെയ്യണം. ഈ സർഫസിൻ്റെ മുകളിൽ മൂവ് ചെയ്യണം അല്ലെങ്കിൽ സ്ലൈഡ് ചെയ്യണം. സ്ലൈഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇവർ തമ്മിലൊരു ഇൻ്റർലോക്കിംഗ് വരും. സ്ലൈഡ് ചെയ്യുമ്പോൾ ഈ രണ്ട് ഇർറെഗുലാരിറ്റീസ് തമ്മിൽ എന്ത് വരും? ഒരു ഇൻ്റർലോക്കിംഗ് വരും. ആൻഡ് ദിസ് എ റീസൺ ഫോർ ഫ്രിക്ഷൻ. അവിടെ ഒപ്പോസിങ് അല്ലേ, അങ്ങനെ പിടിച്ചിക്കല്ലേ, മൂവ് ചെയ്യുന്നില്ല. സോ ഇറ്റ് ഈസ് ആൻ ഒപ്പോസിഷൻ. This is a reason for friction. So please note, friction is caused due to the irregularities in the surface. When two surfaces having irregularities slides over each other, there occur or there will be an interlocking between two surfaces. Which causes the opposition of motion. And this opposition is known as what? Friction. I am repeating once more. Irregularities ഉള്ള രണ്ട് സർഫേസ് തമ്മിൽ മൂവ് ചെയ്യണം. അല്ലെങ്കിൽ സ്ലൈഡ് ചെയ്യണം. അങ്ങനെ സ്ലൈഡ് ചെയ്യുമ്പോൾ രണ്ടുപേരും തമ്മിൽ എന്ത് വരും? ഒരു ഇൻ്റർലോക്കിംഗ് വരും. ഈ ഇൻ്റർലോക്കിംഗ് ആരൊപ്പോസ് ചെയ്യണം? മൂവ്മെൻറ്റിനെ ഒപ്പോസ് ചെയ്യണം. ഈ ഇൻ്റർലോക്കിംഗ് ആരൊപ്പോസ് ചെയ്യണം? സർഫസിൻ്റെ മൂവ്മെൻറ്റിനെ ഒപ്പോസ് ചെയ്യണം. ആൻഡ് ദിസ് ഒപ്പോസിഷൻ ഇസ് നോൺ ആസ് വാട്ട്? ഫ്രിക്ഷൻ. Okay. When two surfaces having irregularities slides over each other or moves over each other, there will be an interlocking between the irregularities. Which opposes the motion. And this opposition is known as what? Friction. Is it clear? അപ്പോൾ ഇങ്ങനെയാണ് ആര് ഫോം ചെയ്യുന്നത്? ഫ്രിക്ഷൻ ഫോം ചെയ്യുന്നത്. In smooth surfaces, this irregularity is very less. The irregularities is very less. So friction between them is very low. ഒരു സ്മൂത്ത് സർഫേസ് ആണെങ്കിൽ ഈ കാണുന്ന ഇർറെഗുലാരിറ്റീസ് വളരെയധികം കുറവായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഫ്രിക്ഷൻ എന്തായിരിക്കും? കുറവായിരിക്കും. മറിച്ചൊരു റഫ് സർഫേസ് ആണെങ്കിൽ, ഇൻ ദ കേസ് ഓഫ് എ റഫ് സർഫേസ്, irregularities are more. So in this situation, friction will be more. Repeat, റഫ് സർഫേസ് ആണെങ്കിൽ irregularities വളരെയധികം കൂടുതലായിരിക്കും. കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും? അവർക്കിടയിലുള്ള ഫ്രിക്ഷൻ വളരെയധികം കൂടുതലായിരിക്കും. So in a smooth surface, irregularity is very less. So friction is small. In a rough surface, irregularity is more and friction is high. Is that clear? So friction is caused due to the irregularities in the surface. When two surfaces having irregularities slides over each other, there will be an interlocking between the surfaces, which opposes the motion. And this opposition is termed as what? Friction. Clear? Okay. Now let us discuss what are the different types of friction. നമ്മൾ ഫ്രിക്ഷൻ എന്താണെന്ന് പറഞ്ഞു, ഫ്രിക്ഷനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഫ്രിക്ഷൻ ഫോം ചെയ്യാനുള്ള കാരണം, ഇതൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് what are different types of friction.
we are going to discussing about what are different types of friction. So please note, there are 3 types of friction: static friction, sliding friction, and rolling friction. Static friction, sliding friction, and rolling friction. Rolling friction and sliding friction is commonly known as kinetic friction. Rolling ഫ്രിക്ഷനെയും സ്ലൈഡിംഗ് ഫ്രിക്ഷനെയും കോമൺ ആയി എനിക്ക് എന്ത് വിളിക്കാം? കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് വിളിക്കാം. സോ ഇറ്റ് ഇസ് classified into 3 types: static friction, sliding friction, and rolling friction. Now let us discuss about static friction. എന്താണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ? സ്റ്റാറ്റിക്, ആ വാക്കിൻ്റെ മീനിങ് എന്താ? സ്റ്റേഷനറി. ഓക്കെ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് friction acting between the 2 surfaces when a body is on rest. ഓക്കെ, ഈ സർഫസിൽ ഈ കാണുന്ന പെൻ ഇങ്ങനെ ഇരിക്കുന്നു, റെസ്റ്റിലിരിക്കുന്നു. ഈ കാണുന്ന സർഫസിൽ ഈ കാണുന്ന പെൻ റെസ്റ്റിലിരിക്കുന്നു. The pen is situated at rest over this surface. എങ്കിൽ ഈ 2 പേർക്കും, ഈ സർഫസിനും പെന്നിനും ഇൻ ബിറ്റ്വീൻ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷനെ നമുക്ക് എന്ത് വിളിക്കാം? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് വിളിക്കാം. ഈ 2 സർഫസിനും ഇൻ ബിറ്റ്വീൻ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ നമുക്ക് എന്ത് വിളിക്കാം? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് വിളിക്കാം. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ആ ഡെഫിനിഷൻ നോക്കിയാൽ, ഇത് ഫ്രിക്ഷൻ എക്സർട്ടഡ് ഓൺ ആൻ ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ്. റെസ്റ്റിലിരിക്കുമ്പോൾ ഇൻ ബിറ്റ്വീൻ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിനെ നമുക്ക് എന്ത് പേര് പറഞ്ഞ് വിളിക്കാം? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് വിളിക്കാം. The second one is sliding friction. The second one is sliding friction. What's the definition? Sliding friction is a friction exerted when an object slides over a surface. Okay, it's a friction that exerted when a body slides over a surface. Okay, so consider the situation. Here, the pen is sliding over the surface. This pen is sliding over the surface. So the frictional force acting between these 2 surfaces when a body slides over is called what? Sliding friction. ഈ പെൻ ഈ സർഫസിൽ കൂടി സ്ലൈഡ് ചെയ്യുന്നു. ഈ കാണുന്ന പെൻ ഈ സർഫസിൽ കൂടി സ്ലൈഡ് ചെയ്യുന്നു. അങ്ങനെ സ്ലൈഡ് ചെയ്യുമ്പോൾ ഈ പെന്നിൻ്റെയും ഈ സർഫസിനും ഇൻ ബിറ്റ്വീൻ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷനെ നമുക്ക് എന്ത് വിളിക്കാം? സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് വിളിക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് റോളിംഗ് ഫ്രിക്ഷൻ. നെക്സ്റ്റ് വൺ ഈസ് റോളിംഗ് ഫ്രിക്ഷൻ. സോ വാട്ട് മീൻ റോളിംഗ് ഫ്രിക്ഷൻ? ഓക്കെ, റോൾ ചെയ്യാം, ഒരു ബോഡി റോൾ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, വീലിൻ്റെ മൂവ്മെൻറ്റ്. നമ്മൾ കാറിനൊക്കെ വീല് മൂവ് ചെയ്യില്ലേ, തിരിയല്ലേ, അത് നമുക്ക് എന്ത് വിളിക്കാം? റോളിംഗ് മോഷൻ എന്ന് വിളിക്കാം. സപ്പോസ് ദിസ് പെൻ ഈസ് റോളിംഗ് ഓവർ ദി സർഫേസ്. ദിസ് പെൻ ഈസ് റോളിംഗ് ഓവർ ദി സർഫേസ്. ഈ സർഫസിൽ ഈ പെൻ റോൾ ചെയ്യണം. ഇങ്ങനെ റോൾ ചെയ്യുമ്പോൾ ഇൻ ബിറ്റ്വീൻ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ, 2 പേർക്കും ഇൻ ബിറ്റ്വീൻ ഉണ്ടാകുന്ന ഫ്രിക്ഷനെ നമുക്ക് എന്ത് വിളിക്കാം? റോളിംഗ് ഫ്രിക്ഷൻ എന്ന് വിളിക്കാം. അപ്പോൾ ശ്രദ്ധിക്കാം, റെസ്റ്റ് ഇരിക്കുമ്പോൾ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, സ്ലൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ, റോൾ ചെയ്യുമ്പോൾ റോളിംഗ് ഫ്രിക്ഷൻ ഉണ്ടായിരിക്കും. ഇനി ഈ 3 ഫ്രിക്ഷനിൽ ആർക്കാണ് ബിഗ്ഗർ വാല്യൂ? ഏത് ഫ്രിക്ഷൻ്റെ വാല്യൂ ആണ് കൂടുതൽ? ഏത് ഫ്രിക്ഷൻ്റെ ആയിരിക്കും? വിച്ച് ഫ്രിക്ഷൻ possesses the more value in these 3? It will be static friction. Which one? Static friction. The value of static friction is more. Or we can say that value of static friction is more than sliding friction, and the value of sliding friction is more than rolling friction. Value of static friction is more than sliding friction and rolling friction. First comes static friction. Second one, sliding friction, and the third one, rolling friction. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ വാല്യൂ ആണ് കൂടുതൽ. തൊട്ട് താഴെ വരും സ്ലൈഡിംഗ് ഫ്രിക്ഷൻ വരും, അതിൻ്റെ തൊട്ട് താഴെ വരും റോളിംഗ് ഫ്രിക്ഷൻ വരും. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് മോർ ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആൻഡ് റോളിംഗ് ഫ്രിക്ഷൻ, ഓർ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇസ് മോർ ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആൻഡ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ഇസ് മോർ ദാൻ റോളിംഗ് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് ടോപ്പ് വാല്യൂ, തൊട്ട് താഴെ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ വരും, അതിന് തൊട്ട് താഴെ വരും റോളിംഗ് ഫ്രിക്ഷൻ വരും. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, സോ ലുക്ക് അറ്റ് ദീസ് എക്സാമ്പിൾസ്. ഹിയർ a body is at rest. A body is at rest. So at rest, there will be friction between these 2 surfaces. There will be friction between these 2 surfaces. And this friction is termed as what?
static friction. Okay. Now come to this case. A boy is sliding in a ride. A boy is sliding in a ride. So when a boy slides below or downwards, there will be friction between boy and the slide or ride. When the boy slides down, there will be friction between this boy and the surface. And this friction is termed as what? Sliding friction. Okay. Now come to this case. A can is rolling over an inclined plane. A can is rolling over an inclined plane. So in this situation, there will be friction between the can and the surface. There will be friction between can and the surface. And this friction is termed as what? Rolling friction. This friction is termed as what? Rolling friction. And again I am repeating, static friction is more than sliding friction. And sliding friction is more than rolling friction. Static friction occurs highest value. Next comes to sliding friction and least values go to rolling friction. Is it clear? Okay. Now, friction. In certain situation, friction is useful to us. In certain situation, friction is useful to us. Now let us discuss what are the situations in which friction is useful to us. Let us discuss what are the situations in which friction is useful to us. Okay. The first situation is friction between the feet and the ground help us to walk on the ground. Friction between feet and the ground help us to walk on the ground. Okay. അതായത് ഫ്രിക്ഷൻ ഉണ്ടായാൽ മാത്രമേ നമുക്ക് നടക്കാൻ സാധിക്കൂ. ഫ്രിക്ഷൻ ഉണ്ടായാൽ മാത്രമേ നമുക്ക് നടക്കാൻ സാധിക്കൂ. അതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ. ഇപ്പോൾ നമ്മൾ വാക്ക് ചെയ്യുന്ന സമയത്ത് ഇതൊരാളുടെ ഫൂട്ടാണെന്ന് വിചാരിക്കുക. നമ്മൾ വാക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഒരു ഫോഴ്സിനെ താഴേക്ക് അപ്ലൈ ചെയ്യും അല്ലേ? നമ്മൾ നടക്കുന്ന സമയത്ത് ഒരു ഫോഴ്സ് എന്ത് ചെയ്യും? താഴേക്ക് അപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ ഈ ഡയറക്ഷൻ അപ്ലൈ ചെയ്യും. സോ ഇത് എർത്ത് സർഫേസ് ആണെന്ന് വിചാരിക്കുക. ലെറ്റ് ദിസ് ബി ദി എർത്ത് സർഫേസ്. വാക്കിങ്ങിൻ്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണോ? ഒരു ഫോഴ്സിനെ ഈ ഡയറക്ഷൻ അപ്ലൈ ചെയ്യണം. ഒരു ഫോഴ്സിനെ നമ്മൾ ഈ ഡയറക്ഷനിൽ അപ്ലൈ ചെയ്യണം വാക്കിങ്ങിൻ്റെ സമയത്ത്. അപ്പോൾ എന്ത് സംഭവിക്കും? എർത്തിൻ്റെ സർഫേസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അപ്ലൈ ചെയ്യണം? ഫ്രിക്ഷണൽ ഫോഴ്സിനെ അപ്ലൈ ചെയ്യണം. വാക്കിങ്ങിൻ്റെ സമയത്ത് നമ്മളൊരു ഫോഴ്സിനെ ഈ ഡയറക്ഷനിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എർത്തിൻ്റെ സർഫേസ് എന്ത് ചെയ്യണം? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സിനെ അപ്ലൈ ചെയ്യണം. FF represent frictional force. And due to this frictional force, walking is possible. Frictional force ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? വാക്ക് ചെയ്യാൻ സാധിക്കില്ല. ദിസ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ. ഈ ഒരു റിയാക്ഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് എന്ത് സംഭവിക്കുന്നത്? വാക്കിംഗ് പോസിബിൾ ആകുന്നത്. സോ പ്ലീസ് നോട്ട്, വാക്കിംഗ് ഈസ് പോസിബിൾ ഡ്യൂ ടു ഫ്രിക്ഷൻ. Here we are applying force along this direction. When we are applying force along this direction, the surface of the earth will exert a frictional force on this opposite direction. This one is action and this one is reaction. And due to this reaction, we are able to walk on the ground. Is it clear? Okay. Now let's discuss the next situation. The next situation is, it is possible to write with a pen or pencil on a paper due to friction. It is possible to write with a pen or a pencil on a paper due to friction. ശരിയല്ലേ? So let us consider pencil. പെൻസിൽ എടുക്കുകയാണെങ്കിൽ ലെഡ് അല്ലേ? പെൻസിൽ ലെഡ് പേപ്പറിൽ പതിയണം, അല്ലെങ്കിൽ ഇംപ്രഷൻ വരണം. അതിനെന്ത് വേണം? പേപ്പറും പെൻസിലും തമ്മിൽ ഒരു ഫ്രിക്ഷൻ വേണം അല്ലേ? ലെഡിൻ്റെ ഇംപ്രഷൻ എവിടെ വരണം? പേപ്പറിൽ വരണം. അങ്ങനെ പേപ്പറിൽ വരണമെങ്കിൽ അവിടെ എന്ത് വേണം? പേപ്പറും ലെഡും തമ്മിൽ ഒരു ഫ്രിക്ഷൻ വരണം. എന്നാൽ മാത്രമേ ആ ഇംപ്രഷൻ എവിടെ പതിയൂ? പേപ്പറിൽ പതിയൂ. ഓക്കെ. ആൻഡ് വാട്ട് അബൌട്ട് പെൻ? പെന്നിൻ്റെ കേസിൽ എങ്ങനെയാണ്? ഓക്കെ, നമ്മളിപ്പോൾ കോമൺലി യൂസ് ചെയ്യുന്ന പെൻ എന്ന് പറയുന്നത് ബോൾ പോയിന്റ് പെന്നാണ്. കോമൺലി യൂസ് ചെയ്യുന്ന പെൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബോൾ പോയിന്റ് പെൻ. അതായത് പെന്നിൻ്റെ ഈ എൻഡിൽ ഒരു ബോൾ ഉണ്ടാവും. പെന്നിൻ്റെ എൻഡിൽ ഒരു ബോൾ ഉണ്ടാവും. ഓക്കെ, നമ്മൾ എഴുതുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ബോൾ റൊട്ടേറ്റ് ചെയ്യും. ഈ ബോൾ തിരിയുമ്പോൾ ഇങ്ക് പേപ്പറിലേക്ക് വരും. പെന്നിൻ്റെ നിബിൽ, ഈ കാണുന്ന എൻഡിൽ നിബിൽ ഒരു ബോൾ ഉണ്ടാവും, മെറ്റാലിക് ബോൾ. നമ്മൾ പേപ്പറിൽ എഴുതുമ്പോൾ ഈ കാണുന്ന ബോൾ തിരിയും, റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇങ്ക് എവിടേക്ക് വരും? പേപ്പറിൽ വന്ന് പതിക്കും. പക്ഷേ ഈ ബോൾ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഫ്രിക്ഷൻ വേണം. നമ്മൾ എഴുതുമ്പോൾ ഈ ബോൾ റൊട്ടേറ്റ് ചെയ്യുക അല്ലേ? ബോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്ത് വേണം? ഫ്രിക്ഷൻ വേണം. സോ റൈറ്റിംഗ് ഓൺ എ പേപ്പർ
by using pen or pencil is possible only due to friction. Now, third one. It is possible to write on a blackboard due to the friction between the chalk and the blackboard. ശരിയാണ്. As in the case of pencil. ചോക്കിൻ്റെ ഇംപ്രഷൻ ബ്ലാക്ക് ബോർഡിൽ പതിയണമെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം? ബ്ലാക്ക് ബോർഡും ചോക്കും തമ്മിൽ ഒരു ഫ്രിക്ഷൻ ഉണ്ടായിരിക്കണം. ഫ്രിക്ഷൻ ഉണ്ടായാൽ മാത്രമേ ഇംപ്രഷൻ അവിടെ പതിയുള്ളൂ. സോ ഇറ്റ് ഈസ് പോസിബിൾ ഓൺലി ഡ്യൂ ടു ഫ്രിക്ഷൻ. ആൻഡ് വാട്ട് നെക്സ്റ്റ് എക്സാമ്പിൾ? ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ടയേഴ്സ് ആൻഡ് ദ റോഡ് ഹെൽപ്സ് ഓട്ടോമൊബൈൽസ് ടു മൂവ് ഓൺ ദ റോഡ്സ്. അതും ശരിയാണ്. കാരണം മൂവ് ചെയ്യണമെങ്കിൽ അപ്ലൈഡ് ഫോഴ്സിന് ഓപ്പോസിറ്റായി ഒരു റിയാക്ഷൻ വേണം. നമ്മൾ വാക്ക് ചെയ്യുന്ന കേസിൽ പറഞ്ഞ പോലെ അപ്ലൈഡ് ഫോഴ്സിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ത് വേണം? റിയാക്ഷൻ വേണം. ആ റിയാക്ഷനുള്ള കാരണം ഇത് സംഭവിക്കുന്നത് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് ദ ഫിഫ്ത്ത് വൺ, നെക്സ്റ്റ് വൺ. ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ബ്രിക്സ് ഹെൽപ്സ് ഇൻ കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിങ്സ്. ഫ്രിക്ഷൻ ബിറ്റ്വീൻ ബ്രിക്സ് ഹെൽപ്സ് ഇൻ ദി കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിങ്സ്. ഓക്കെ. നമ്മൾ ബ്രിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ, നമ്മളൊരു ബ്രിക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിനുള്ളിൽ ഇർറെഗുലാരിറ്റീസ് കാണാൻ സാധിക്കും. ബ്രിക്കിൻ്റെ സർഫേസിൽ നമുക്ക് ഇർറെഗുലാരിറ്റീസ് കാണാൻ സാധിക്കും. ഇപ്പോൾ ഹോളോ ബ്രിക്സോ അല്ലെങ്കിൽ മണ്ണിൻ്റെ ഇഷ്ടിക അത് നോക്കിയാലും അല്ലെങ്കിൽ ചുടുകട്ട രണ്ട് നോക്കിയാലും അവിടെ സർഫേസിൽ ഇർറെഗുലാരിറ്റീസ് കാണാൻ സാധിക്കും. ഓക്കെ. നമ്മൾ സിമെൻറ്റ് എന്ത് സംഭവിക്കും? ആ സിമെൻറ്റ് ഈ ഇർറെഗുലാരിറ്റീസിൽ വന്ന് പതിക്കും. സിമെൻറ്റ് ഇർറെഗുലാരിറ്റീസിൽ വന്ന് ഫില്ലാവും. ആൻഡ് ഇറ്റ് ഫോംസ് എ ബൈൻഡിങ്. ഇറ്റ് ഫോംസ് ആൻ ഇൻ്റർലോക്കിംഗ് ഓർ ബൈൻഡിങ്. അത് കാരണം ബിൽഡിങ്സ് എല്ലാം എന്തായിരിക്കും? സ്ട്രോങ് ആയിരിക്കും. ശ്രദ്ധിക്കുക, ബ്രിക്കിൻ്റെയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഹോളോ ബ്രിക്സ് ഏത് സ്റ്റോൺ എടുത്ത് നോക്കിയാലും സർഫസ് എന്തായിരിക്കും? റഫായിരിക്കും. ഓർ ഇറ്റ് കണ്ടെയ്ൻ സം ഇർറെഗുലാരിറ്റീസ്. നമ്മൾ സിമെൻറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ, ബ്രിക്കിനെ ചേർത്ത് വെച്ച് ഇൻ ബിറ്റ്വീൻ സിമെൻറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ സിമെൻറ്റ് എന്ത് സംഭവിക്കും? ഈ കാണുന്ന ഇർറെഗുലാരിറ്റീസിലേക്ക് വന്ന് ഫില്ലാവും. And it forms a binding or interlocking between the surfaces so that the buildings are safe and strong. Okay. So these are the situations in which friction is helpful to us. These are situations in which friction is helpful to us. So situations. In all these situations, friction is helpful to us. Okay. So in the next section, we are going to discussing about disadvantages of friction. How can we reduce and increase friction? ഈ സെക്ഷൻ നമ്മൾ ഫ്രിക്ഷൻ എന്താണെന്ന് പറഞ്ഞു, ഫ്രിക്ഷൻ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഫ്രിക്ഷൻ എങ്ങനെ ഫോം ചെയ്യണു, അതുപോലെ ഫ്രിക്ഷനെ കൊണ്ടുള്ള അഡ്വാൻറ്റേജസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്തു. അടുത്ത സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രിക്ഷൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ്, ഫ്രിക്ഷൻ എങ്ങനെ ഇൻക്രീസ് ചെയ്യാം, എങ്ങനെ കുറയ്ക്കാം, അതുപോലെ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇനി അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. ഓക്കെ. അപ്പോൾ നല്ലപോലെ പഠിക്കാം. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.